പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഉത്യതനായ ഈശോ നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. ആമേൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഉയർപ്പ് തിരുനാളിന്റെ എല്ലാ പ്രാർത്ഥനകളും മംഗളങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ആശംസ ഒറ്റയ്ക്കല്ല കേട്ടോ, ഇവിടെ ഒറ്റയ്ക്കുള്ള ഏർപ്പാടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട സേവർഖാൻ വട്ടാലച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ, സെഹിയോൻ കുടുംബത്തിൻ്റെ മുഴുവൻ കൂട്ടായ്മയിൽ, അതേപോലെ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി, അഭിഷേകാന്തി സിസ്റ്റേഴ്സ്, AFCM അൽമായ മിഷണറിമാർ, അവരെല്ലാവരുടെയും കൂട്ടായ്മയിലാണ് ഈ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും എല്ലാം തന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ഉയർപ്പ് തിരുനാൾ ദിവസം, നല്ല ദിവസം, ഏറ്റവും വലിയ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസം. ബൈബിളിൽ ഉത്ഥിതനായ ഈശോയെ കണ്ടുമുട്ടിയ പല വ്യക്തികളും ചെയ്ത ഒരു പ്രവൃത്തിയെക്കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവർ അവിടുത്തെ പാദങ്ങൾ കെട്ടിപ്പിടിച്ച് അവിടുത്തെ ആരാധിച്ചു. അപ്പോസ്തലന്മാർ ഉത്ഥിതനായ കർത്താവിനെ ആരാധിച്ചു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. നമുക്ക് നന്നായിട്ട് ഉത്ഥിതനായ ഈശോ മിശിഹായെ ആരാധിച്ച് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഓ കർത്താവായ ദൈവമേ, ഉത്ഥാനം ചെയ്തവ കർത്താവേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുമ്പോൾ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് വർഷിക്കപ്പെടുന്ന ബൈബിൾ വചനമുണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭത്തിൽ തരുമ്പോൾ വന്ധ്യതയോ നിങ്ങളുടെ നാട്ടിലോ നിങ്ങളുടെ ദേശത്തോ ഉണ്ടായിരിക്കുകയില്ല. ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഓ ദൈവമേ, ഇസ്രായേൽ ജനം കർത്താവിനെ ആരാധിച്ചത് കൊണ്ട് ആർക്കും അവരെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഉത്ഥാന ശേഷം അപ്പസ്തോലന്മാർ ആരാധിച്ചപ്പോൾ അത്ഭുതകരമായ അഭിഷേകത്തിൽ നിറഞ്ഞല്ലോ. ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തനെ ഞങ്ങൾ ആരാധിക്കുന്നു. കൈയടിച്ച് പാടാവോ? ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഒന്നുകൂടെ പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. സർവശക്തനെ ഞങ്ങൾ ആരാധിക്കുന്നു. അഖിലത്തിനുടയോനെ ആരാധിക്കുന്നു. ഉദ്ധാരം ചെയ്തവനെ ആരാധിക്കുന്നു. അഖിലത്തിനുടയോനെ ആരാധിക്കുന്നു. ഉദ്ധാരം ചെയ്തവനെ ആരാധിക്കുന്നു. ആരാധന, 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 ആരാധന. വലിയ സന്തോഷത്തോടെ, വലിയ ആഹ്ലാദത്തോടെ, കർത്താവിന്റെ ഉയർപ്പിൽ വലിയ പ്രത്യാശയോടെ, ഇടതോടും വലതോടൊക്കെ നന്നായിട്ട് അനങ്ങി ചുറ്റും തിരിഞ്ഞ് അതിനുള്ളവരെ എല്ലാരെയൊക്കെ നോക്കി ആഹ്ലാദിച്ച് ആഹ്ലാദിച്ച്. മരുഭൂമിൽ വന്ന് പൊഴിച്ചവനെ, ആഴിയ രണ്ടായി മുറിച്ചവനെ,
പവർ. മരുഭൂമിൽ മന്ന പൊഴിച്ചവനെ, ആഴിയനന്നായി മുറിച്ചവനെ, അബ്രാഹാം ഇസ്ഹാക്ക് ആദിപിതാവാ അബ്രാഹത്തെ പോൽ സർവാധിപനാം കർത്താവിനെ ആരാധിക്കുന്നു. ആദിപിതാവാ അബ്രാഹത്തെ പോൽ സർവാധിപനാം കർത്താവിനെ ഉയർത്തി ആരാധന 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 ആരാധന. കരങ്ങൾ താഴ്ത്തി കൈയടിച്ച് വീണ്ടും വലിയ സന്തോഷത്തോടെ മാലാഖമാര്, വിശുദ്ധര്, രക്തസാക്ഷികള്, തിരുസഭ, വലിയ കുടുംബം, അഭിഷേകാന്ത കുടുംബം ഒരുമിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. മാലാഖമാരൊപ്പം ആരാധിക്കുന്നു, വിശുദ്ധരോടൊന്നു ചേർന്ന് ആരാധിക്കുന്നു. മാലാഖമാരൊപ്പം ആരാധിക്കുന്നു, വിശുദ്ധരോടൊന്നു ചേർന്ന് ആരാധിക്കുന്നു. ദാവീദിനെ പോലെ നൃത്തമാടി രാജാധിരാജനെ ആരാധിക്കുന്നു. ദാവീദിനെ പോലെ നൃത്തമാടി രാജാധിരാജനെ ഉയർത്തി ആരാധന 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 ആരാധന. കൈകൾ വീശി ഹല്ലേലൂയ 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 ഹല 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 ഹല. ഓ കർത്താവേ, തകർന്നു കിടക്കുന്ന അനേകം കുടുംബങ്ങളിലേക്ക് ഉത്തരനായ ഈശോയുടെ സമാധാനം ഇപ്പോൾ നിറയട്ടെ. ഉത്തരനായ ഈശോ മിശിഹാ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പലതവണ പറഞ്ഞ ആ വചനം ഞങ്ങൾ ആവർത്തിക്കുന്നു. നിങ്ങൾക്ക് സമാധാനം. കർത്താവേ, സമാധാനത്തിന്റെ ദൈവം പിശാചിനെ പുറത്താക്കും. റോമ 16:20. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ കാൽകളൊക്കെ തകർന്നു കളയും. ഓ ദൈവമേ, ഓ ദൈവമേ, ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമേ, ഉന്നതനായ കർത്താവ് ഞങ്ങളൊക്കെ ആരാധിക്കുന്നു. അവിടുത്തെ നാമത്തിന്റെ മുന്നിൽ സാത്താൻ, പിശാച്, എല്ലാ നാമങ്ങളും എല്ലാം മുട്ടുമടക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ ഞങ്ങളുടെ കുടുംബത്തിന്റെ രാജാവാണ്. ഉന്നതനായ ഈശോ എന്റെ രാജാവാണ്. ഉന്നതനായ ഈശോ എന്റെ രാജാവാണ്. ആരാധന 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 ആരാധന. ഹല 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 ഹല. എന്താണോ ഇപ്പോ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ, ആ അവസ്ഥയിലേക്ക് ഉദ്ധിതൻ വരുമ്പോൾ വലിയ പ്രകടമായ അത്ഭുതങ്ങൾ നടക്കട്ടെ. അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ ഉദ്ധിതൻ തുറക്കുന്നു. അടഞ്ഞു കിടക്കുന്ന കല്ലറ ഉദ്ധിതൻ തുറക്കുന്നു. അടഞ്ഞു കിടക്കുന്ന കുടുംബത്തിന്റെ വാതിലുകൾ ഉദ്ധിതനായ ഈശോ തുറക്കുന്നു. ഹല 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 ഹല. തകർന്നു കിടക്കുന്ന കുടുംബത്തിന്റെ കെട്ടുകൾ ഉദ്ധിതൻ ഇപ്പോൾ അഴിക്കുന്നു. ആരാധന 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 ആരാധന. നാളുകളായിട്ട് നീക്കുപോക്കില്ലാതെ തടസ്സപ്പെട്ട് കിടക്കുന്ന സമസ്ത മേഖലയിലും ഉദ്ധിതനായ ഈശോ അഴിച്ചു കുടിപ്പിക്കുന്നു. ഹല 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 ഹല. മക്കളില്ലാത്ത കുടുംബങ്ങൾ ഉദ്ധിതൻ അനുഗ്രഹിക്കുന്നു. മക്കളെ പറഞ്ഞ് വേദനിക്കുന്ന കുടുംബങ്ങൾ ഉദ്ധിതൻ കുടികൾ നൽകുന്നു. ആരാധന 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 ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. വലിയ സന്തോഷത്തോടെ ഉത്ഥാനത്തിൽ ഉള്ള വലിയ ഒരു സമാധാനത്തോടെ നമുക്ക് സ്വസ്ഥാനങ്ങളായിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവത്തിൻ്റെ ശ്രദ്ധ നമ്മിലേക്ക് തിരിയാൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. കൊളോസ്സോസ് ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ തിരുവചനം, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലതുഭാഗത്തു ഉപവിഷ്ടനായിരിക്കുന്ന ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമ്മൾ ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ, ഈ ഉയർപ്പ് തിരുനാളിൽ ആ ഒരു തിരുക്കർമ്മത്തിൽ നമ്മൾ സംബന്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഉത്ഥാന അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരണം. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്.
ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുന്നവരായി നമ്മൾ മാറ്റപ്പെടണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതാണ് വചനത്തിന്റെ അർത്ഥം. ക്രിസ്തുവിനോട് കൂടെ മരിച്ചുയർത്തപ്പെട്ട നമ്മള് ഉന്നതകരമായ കാര്യങ്ങളിൽ വ്യാപൃതരായി തീരണം. നമുക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഉയർപ്പ് തിരുനാളിനോടനുബന്ധിച്ച് നമ്മൾ വായിച്ചു കേട്ട പല വായനകളിലും നമ്മൾ കാണുന്ന കാര്യം ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനെ കുറിച്ചാണ്. ഉയർപ്പ് തിരുനാളിൽ നമ്മൾ കാണുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യരും അവർ ദൈവാനുഭവം സ്വന്തമാക്കുന്നതുമായ പല കാര്യങ്ങളാണ് നമ്മൾ പല മേഖലയിൽ വായിച്ചു കേൾക്കുന്നത്. മഗ്ദലന മറിയം അതിനകത്തൊരു കഥാപാത്രമാണ്. അപ്പസ്തോലന്മാര് കഥാപാത്രങ്ങളാണ്. അങ്ങനെ ഒരുപാട് പേര് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വ്യാപരിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. നമുക്കതിലെ ചില തിരുവചനഭാഗങ്ങൾ നമുക്ക് പഠിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ തിരുവചനം. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിന്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിന്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾ ആ പശ്ചാത്തലം ഈ വചനമൊക്കെ വായിക്കുമ്പോൾ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യണം. ഈ മഗ്ദലന മറിയത്തിന് ഈശോയെ കാണാനുള്ള, ആ ഈശോയുടെ അടുത്തേക്ക് ചെല്ലാനുള്ള ഒരു സ്നേഹം അതിരാവിലെയാണ്, ഇരുട്ടായിരിക്കുമ്പോൾ തന്നെയാണ്. എന്നാൽ കഷ്ടപ്പെട്ട് ചൂട്ട കത്തിച്ച് ഒരു പ്രകാരത്തിൽ എൻ്റെ സഹോദരൻ മഗ്ദലന മറിയം ആ കല്ലറയുടെ സമീപത്ത് ചെല്ലുകയാണ്. കർത്താവിനെ കാണാനുള്ള, കർത്താവിനെ കുറിച്ചുള്ള ചിന്തയാണ് മനസ്സിൽ കിടക്കുന്നത് മുഴുവൻ. അങ്ങനെ ചെന്നപ്പോൾ എന്താണ്, ഇതാ കല്ല് അവിടെ ആകെ ഉരുട്ടി മാറ്റിക്കുന്നു, ആകെ പ്രശ്നമായി. പ്രൈസ് ദി ലോർഡ്. Praise the Lord. എന്ത് സംഭവിക്കും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, മഗ്ദലന മറിയം എടുക്കുന്ന അടുത്തൊരു സ്റ്റെപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവാന്വേഷണത്തിൽ, ഈശോയെ പ്രാപിക്കാനുള്ള പരിശ്രമത്തിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു സംശയം വരുമ്പോൾ എവിടെ ചെല്ലണമെന്ന് മഗ്ദലന മറിയത്തിന് നല്ല നിശ്ചയമുണ്ട്. ആ മഗ്ദലന മറിയത്തിന് നിശ്ചയം നമുക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അതാണ് അടുത്ത വാക്യം. യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിന്റെ 2-ാം തിരുവചനം. അവൾ ഉടനെ ഓടി ശിമയോൻ പത്രോസിന്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യന്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, എന്നാൽ അവനെ അവർ എവിടെ വെച്ച് വന്ന് ഞങ്ങൾ കരഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പൊ നോക്കിയ സഹോദരങ്ങളെ, ഈശോയെ അന്വേഷിച്ചിട്ടുള്ള മഗ്ദലന മറിയത്തിന്റെ യാത്രയിൽ ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ മഗ്ദലന മറിയം വേഗം ഓടുന്നത് എങ്ങോട്ടാ? സഭയിലേക്കാണ് ഓടുന്നത്. പത്രോസ്ലീഹായുള്ള ആ ഒരു സഭയിലേക്കാണ്, ആ ഒരു നേതൃത്വത്തിന്റെ അടുത്തേക്കാണ്, സഭയിലേക്കാണ് ചെല്ലുന്നത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ശരിക്കും പറഞ്ഞാൽ മഗ്ദലന മറിയത്തിന് ബാക്കിയുള്ള സ്ത്രീകളുടെ അടുത്തേക്ക് പോകാം, മഗ്ദലന മറിയത്തിന് വേറെ ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ പല സ്ഥലം ഒന്നും പോകണില്ല. നേരെ അപ്പസ്തോലന്മാരുടെ അടുത്തേക്ക്, അപ്പസ്തോലിക സഭയുടെ ആ ഒരു കൂട്ടായ്മയിലേക്ക് ഉടനെ ഈ മഗ്ദലന മറിയം ഓടി ചെല്ലുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവാന്വേഷണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈശോയെ പ്രാപിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെ ആഗ്രഹമാണ്. ആ ഒരു ആഗ്രഹം, ആ യാത്ര തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് പല സംശയം വരും. ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ധ്യാനം കൂടി, ഒരു അഭിഷേകം കിട്ടി, വചനം വായിക്കണം ഭയങ്കര ആഗ്രഹം. വചനം വായിക്കുമ്പോൾ ഒരുപാട് സംശയങ്ങൾ വരും. അങ്ങനെ സംശയങ്ങൾ വരുമ്പോൾ, അല്ലയോ പ്രിയപ്പെട്ട ദൈവവൈതലേ, നീ അവിടേക്ക് ഇവിടേക്ക് ഓടരുത്. കാരണം ഈ ദൈവവചനം വ്യാഖ്യാനിക്കാൻ സഭയിലാണ് കർത്താവ് കൃപ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സഭയിലേക്ക് ചെല്ലണം. ഹല്ലേലൂയ. Hallelujah. Praise the Lord. Praise the Lord. അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ വലിയ ഒരു ദൈവത്തിന് ഇടപെടലുണ്ടായി, അല്ലെങ്കിൽ മാതാവിന്റെ ഒരു സാന്നിധ്യം അനുഭവപ്പെട്ടു, നീ ടെൻഷൻ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി, അങ്ങനെയല്ല ചെയ്യേണ്ടത്. സഭയോട് പോയി അറിയിക്കണം. സഭ നോക്കും, എന്താ ചെയ്യേണ്ട കാര്യങ്ങൾ പറയും. ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അല്ലേ, സഭ ഒരുപാട് കാലങ്ങളുടെ പഠന നിരീക്ഷണങ്ങൾക്ക് ശേഷം ചില കാര്യങ്ങൾ പറയും. അപ്പോൾ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏതവസ്ഥ വരുമ്പോഴും നമ്മൾ ചെല്ലേണ്ടത് ദൈവത്തിന്റെ ദാസന്മാരുടെ അടുത്തേക്ക്, തിരുസഭയിലേക്കാണ് ചെല്ലേണ്ടത്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നിന്റെ കുടുംബ ജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ പ്രശ്നം വന്നു, അങ്ങനെ ഉടനെ തന്നെ കോടതി കൊടുത്ത ഡൈവേഴ്സ് മേടിച്ചിട്ട് പിന്നെ അല്ല സഭയിലേക്ക്.
എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ കുടുംബ ജീവിതത്തിൽ വിവാഹ ജീവിതത്തിൽ പ്രശ്നം വന്നാൽ ആദ്യം തന്നെ വൈദികരെ കാണുക, അല്ലെ സഭയെ സന്ദർശിക്കുക, സഭയിൽ നിന്നുള്ള ഉപദേശം സ്വീകരിക്കുക. നമ്മുടെ കുടുംബത്തെ സഹോദരന്മാർ തമ്മിൽ തർക്കം വന്നു, അല്ലെങ്കിൽ സഭയിൽ തന്നെ ഒരു പ്രശ്നം വന്നു, ഉടനെ ഈ ലോകത്തിന്റെ കോടതികളിലല്ല നീ ഓടേണ്ടത്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിന് 1-ാം തിരുവചനം, നിങ്ങൾ ആർക്കെങ്കിലും ഒരു സഹോദരനെ പറ്റി പരാതി ഉണ്ടാകുമ്പോൾ അവർ വിശുദ്ധരെ സമീപിക്കുന്നതിന് പകരം നീതിരഹിതരായി വിജാതിരുടെ വിധി തേടാൻ മുതിരുന്നുവോ പൗലോസ് ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആദിമ ക്രിസ്ത്യാനികളെല്ലാം വിശുദ്ധരാണ്, സഭയാണ്. അതിന് പകരം ഈ ലോകത്തിന്റെ ന്യായവിധികൾ കാണാൻ നിങ്ങൾ പോകുന്നത്. 1 കൊരിന്ത്യർ 6:6, സഹോദരൻ സഹോദരനെതിരെ പരാതിയുമായി ന്യായാസനത്തെ സമീപിക്കുന്നു, അത് വിജാതിര ന്യായാസനത്തെ. അതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് വ്യവഹാരം ഉണ്ടാകുമ്പോൾ, സഭയിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വിജാതീയ കോടതികളെ സമീപിക്കുന്നത് എവിടെയാണ്? ഏത് രീതിയാണത്? ഇതൊന്നും വചനാധിഷ്ഠിതമല്ല. അവിടെയാണ് മഗ്ദലന നമുക്ക് മുൻപിൽ ഒരു പ്രത്യേക ചോദ്യചിഹ്നം പോലെ നിൽക്കുന്നത്. അവൾ എങ്ങോട്ടാ ഓടിയത്? വേഗ സഭയിലേക്കാണ് ഓടിയത്. അവളെ ആത്മജീവിതത്തിൽ ഒരു ക്രൈസിസ് വന്നു. ഓനെ ഏതെങ്കിലും തരത്തിൽ ചെറിയ ഗ്രൂപ്പുകളിൽ പോയി ചാടി അവരുടെ അഭിപ്രായം കേട്ട് മൊത്തം കുളമൊക്കെ അല്ലേ ചെയ്യേണ്ടത്. ചെല്ലേണ്ട സ്ഥലം കൃത്യമായിട്ട് മഗ്ദലനയ്ക്ക് അറിയാം. യേശുവിന്റെ കൂടെ നമ്മൾ പഠിച്ചതാണത്. പത്രോസിനെ സഭയുടെ തലവനാക്കിയത് കണ്ടതാണ്, അനുഭവിച്ചതാണ്. ഈ അടുത്ത രംഗം നിങ്ങൾ കാണ്. യോഹന്നാന്റെ ശേഷം 20-ാമത്തെ അധ്യായത്തിൽ 3 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങളിലാണ്. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോട് കൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവന്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തൂവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യം എത്തിയ മറ്റേ ശിഷ്യന് അകത്ത് പ്രവേശിച്ച് കണ്ട് വിശ്വസിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായ തിരുവചനമാകാം. മഗ്ദലന ചെന്ന് ഈ കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞപ്പോൾ 2 ശിഷ്യന്മാര്, അവിടെ പത്രോസിന്റെ പേരുണ്ട്, മറ്റേ ശിഷ്യൻ വിശുദ്ധ യോഹന്നാനാന്ന് നമുക്കറിയാം. വലിയ സ്നേഹം, ഈശോയുടെ ഭയങ്കരമായൊരു അറ്റാച്ച്മെന്റ്, അതുപോലത്തെ സ്നേഹമുള്ള യോഹന്നാൻ. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഓടുകയാണ്. അങ്ങനെ ഒരുമിച്ച് ഓടി കഴിഞ്ഞപ്പോൾ യോഹന്നാൻ മുൻപിൽ ഓടിയെത്തി. അതിനുശേഷം യോഹന്നാൻ സ്ലീഹ ചെയ്യുന്ന മനോഹരമായൊരു പ്രവൃത്തി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. യോഹന്നാൻ അവിടെ പോയി നിൽക്കുകയാണ്, ആ കല്ലറിയുമ്പോൾ നിൽക്കുകയാണ്. എന്നിട്ടോ പത്രോസ് സ്ലീഹ ഓടി വരുന്നേ ഉള്ളൂ, വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. നമ്മളെങ്ങാനാണെങ്കിൽ ആദ്യം തന്നെ ഓടി കയറി സംഗതി എല്ലാം നോക്കിയും കാര്യങ്ങളും മനസ്സിലാക്കി ഒരു നോട്ടീസും ഞാൻ ആദ്യം കൊണ്ട് കാര്യങ്ങൾ വിവരം അറിയിക്കണ്ടോ. അവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസാണ് നേതൃത്വം. അതുകൊണ്ട് പത്രോസ് സ്ലീഹായ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് യോഹന്നാൻ അവിടെ കാത്തു നിൽക്കുകയാണ്. ഇതിന് പറയുന്ന പേരാണ് വിധേയത്വം. എന്നിട്ടോ ശരിയാണ്, എന്തൊരു ബോധ്യമാണ് കർത്താവിന്റെ ആത്മാവിൽ വെളിപ്പെടുത്തുന്ന സഹോദരങ്ങളെ, അല്ലേ? എന്നിട്ട് യോഹന്നാനോട് വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ചിലപ്പോൾ ദൈവത്തോട് സ്നേഹം കൂടുതൽ, ബന്ധങ്ങൾ, സംഗതി ഒരുപാട് ദൈവാത്മാവ് നേരിട്ട് സംസാരിക്കുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാവാം. അതെല്ലാം ശരി തന്നെയാണ്. പക്ഷെ നീ വെയിറ്റ് ചെയ്യണം. സഭ പറയുന്നോണ്ട് വരെ വെയിറ്റ് ചെയ്യണം. സഭയുടെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഏത് വിശുദ്ധാത്മാക്കളുടെ കാര്യങ്ങൾ ചിന്തിച്ചു നോക്കൂ. അവിടെ എല്ലാം കാണുന്നത് അറിയാവോ? ദൈവം നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ സഭ പറയുന്നോടവരെ വെയിറ്റ് ചെയ്യാൻ ഈ വിശുദ്ധാത്മാക്കളോട് ദൈവം നേരിട്ട് പറയാണ്. എന്നിട്ടോ ആ സഭ പറയുന്ന ട്രാക്കുകൾ പോയപ്പോൾ അവരെല്ലാം വിശുദ്ധിയുടെ ഉച്ചകോടിയിലേക്ക് ഉയർത്തപ്പെട്ടു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നോക്കിയേ, മഗ്ദലന അറിയാം, സഭയെ പോയി അറിയിക്കുന്ന, അവർ ഒരുമിച്ച് വരുന്ന, അതിനകത്ത് തന്നെ വിധേയത്വം ഉണ്ട്, നേതൃത്വം ഉണ്ട്. അങ്ങനെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഒരു കുടുംബത്തിൽ അപ്പനുണ്ടെങ്കിൽ അപ്പന് വേണ്ടി കുറച്ച് കാത്തിരിക്കണം. ഭക്ഷണത്തിന്റെ സമയത്ത്, പ്രാർത്ഥനയുടെ സമയത്ത്, പല കാര്യങ്ങളിൽ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവിടെ സുപ്പീരിയർ ഉണ്ട്.
Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവാത്മാവ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. Praise the Lord. Praise the Lord. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആ ലെവലിലെത്തി. അതിനുശേഷം ഈ അപ്പസ്തോലന്മാരൊക്കെ തിരിച്ചു പോകുമ്പോഴും മഗ്ദലന മറിയം ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാം തിരുവചനം. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. എൻ്റെ സഹോദരങ്ങളെ, മഗ്ദലന പോകുന്നില്ല. മഗ്ദലനയ്ക്ക് കർത്താവിനെ കാണണം, എന്താ കാര്യങ്ങൾ അറിയണം. ഉടനെ ദൂതന്മാരെ പ്രത്യക്ഷപ്പെടുന്ന കാര്യം നിങ്ങൾക്കറിയാം. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ സംഭവിക്കുന്ന കാര്യം നിങ്ങൾക്കറിയാം. യോഹന്നാൻ 20:16 യേശു അവളെ വിളിച്ചു മറിയം. അവൾ തിരിഞ്ഞ റബ്ബോനി എന്ന ഹെബ്രായ ഭാഷയിൽ വിളിച്ചു ഗുരു എന്ന അർത്ഥം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനെ അന്വേഷിച്ച് വരുന്നൊരു ദൈവമുണ്ട് ബൈബിളിൽ. എന്നിട്ട് അവൾക്ക് പല കാര്യങ്ങൾ കർത്താവ് വലിയ സ്വർഗീയ രഹസ്യങ്ങൾ അടക്കം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് സംഭവിക്കുന്ന അടുത്ത രംഗം എന്താ? യോഹന്നാൻ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിന് 18-ാം തിരുവചനം. മഗ്ദലന മറിയം ചെന്ന് ഞാൻ കർത്താവിനെ കണ്ടു എന്നും അവൻ ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞു എന്നും ശിഷ്യന്മാരെ അറിയിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ മഗ്ദലനയോട് കർത്താവ് പറയുകയാണ്, ഈ ഉത്ഥാന അനുഭവം പോയി നീ അപ്പസ്തോലന്മാരെ പോലെ അറിയിക്കണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ബഹുമാനപ്പെട്ട മാത്യു ഇല്ലത്തുപറമ്പിൽ അച്ഛൻ, പാലക്കാട് രൂപത്തിലെ വൈദികരാണ്. അദ്ദേഹം എഴുതിയ നല്ലൊരു പുസ്തകമാണ് വിശുദ്ധ പീഡകൾ. അതിനകത്ത് അച്ഛൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: ഒരു വ്യക്തി ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ആത്മാവിനെ ദൈവം തേടി വരും, സംശയം വേണ്ട. എന്നിട്ട് ദൈവാനുഭവം കൊടുക്കും, ഒരു സ്നേഹത്തിന് അനുഭവം കൊടുക്കും. അതുകൊണ്ട് നിൽക്കുകയല്ല, പല വെളിപ്പെടുത്തലുകൾ കൊടുക്കും. മഗ്ദലനയ്ക്ക് കൊടുത്തതുപോലെ റബ്ബോനി ഗുരു, സ്വർഗത്തിൽ കയറിയിട്ടില്ല, പിതാവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, സ്വർഗാരോഹണം, പല കാര്യങ്ങൾ, അതുപോലത്തെയുള്ള വെളിപ്പെടുത്തലുകൾ, വചനത്തിന് വ്യാഖ്യാനങ്ങൾ, ഉൾക്കാഴ്ചകളൊക്കെ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? ഒരു മിഷണറി ആക്കിയിട്ട് ദൈവം അങ്ങോട്ട് അയക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ, ഒന്ന്, ദൈവം നിനക്കൊരു അനുഭവം തരും, രണ്ട്, നിനക്ക് ചില വെളിപ്പെടുത്തൽ തരും. എന്നിട്ടൊരു മിഷണറി ആക്കി ദൈവം നിന്നെ അയക്കാൻ വേണ്ടി തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇൻസിന് ജേസു എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ 436-ാമത്തെ പേജ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ എന്നെ അന്വേഷിച്ച് വരുമ്പോൾ എൻ്റെ സർവ്വ ശ്രദ്ധയും നിന്നിൽ കേന്ദ്രീകരിക്കുന്നു, ഞാൻ മുഴുവനായും നിന്നിൽ മുഴുകിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ദൈവവൈതൽ കർത്താവിനെ അറിയാനും കർത്താവിനെ അനുഭവിക്കാനും കർത്താവിനെ പ്രാപിക്കാനുള്ള ആഗ്രഹത്തിൽ അന്വേഷിക്കാൻ തുടങ്ങിയാൽ അടുത്ത കാര്യം പറഞ്ഞറിയോ? പിന്നെ ദൈവത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ആ വ്യക്തിയിലേക്ക് വരികയാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ദൈവം ആ വ്യക്തിയുടെ കാര്യങ്ങൾ മുഴുകുകയാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അതാണ് പറയുന്നത് എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന്റെ സകല ശ്രദ്ധയും നമ്മിലേക്ക് തിരിയും നമ്മൾ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതാണ് സങ്കീർത്തനം 53:2. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു, ദൈവത്തെ തേടുന്ന ജ്ഞാനികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പൊ ആരെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്നുണ്ടോ? ദൈവം നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ആരെങ്കിലും കണ്ടാൽ ഉടനെ തന്നെ ദൈവത്തിന്റെ സകല ശ്രദ്ധ അങ്ങോട്ടാണ് പിന്നെ മാറുന്നത്. പിന്നെ ആ വ്യക്തിക്ക് ഒരു ദൈവാനുഭവം കൊടുക്കാന്ന് പറയുന്നത്, അവന് വെളിപ്പെടുത്തൽ കൊടുക്കാന്ന് പറയുന്നത്, അവന് കമ്മീഷൻ ചെയ്ത് ഒരു മിഷണറിയാക്കി അയക്കാന്ന് പറയുന്നത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. ദൈവം ഏറ്റെടുക്കുകയാണ്. ദൈവത്തിന്റെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ട് വരികയാണ്. അതെവിടെ വായിക്കുന്നത്? ജെറമിയ പ്രവചനത്തിൽ 29-ാമത്തെ അധ്യായത്തിന്റെ 13-14 തിരുവചനങ്ങൾ. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയാ. ഹല്ലേലൂയ. അപ്പൊ ദൈവം തന്നെ ഒരു ഉത്തരവാദിത്തമായിട്ട് ഏറ്റെടുക്കുകയാണ്. ഒരാൾ ദൈവത്തെ അറിയാനും ദൈവത്തെ പ്രാപിക്കാനും കാണാനുമുള്ള ഒരാഗ്രഹം തുടങ്ങിയാൽ ദൈവം ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. അതാണ് ജോബിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിന് 5-6 തിരുവചനങ്ങൾ. നീ ദൈവത്തെ അന്വേഷിക്കുകയും സർവശക്തനോട് കേണപേക്ഷിക്കുകയും ചെയ്താൽ നീ നിർമ്മലനും നീതിനിഷ്ഠനുമാണെങ്കിൽ അവിടുന്ന് നിശ്ചയമായും നിനക്ക് വേണ്ടി ഉണർന്നെഴുന്നേൽക്കും, നിനക്ക് അവകാശപ്പെട്ട ഭവനം അവിടുന്ന് നിനക്ക് സമ്മാനിക്കും. ഹല്ലേലൂയാ. ഹല്ലേലൂയ. ആത്യന്തികമായിട്ട് ഉത്ഥാനത്തിന് ശേഷമുള്ള സ്വർഗീയ ഭവനം കർത്താവ് നമുക്ക് തരും. വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിയിൽ 1705-ാമത്തെ ഖണ്ഡികയിൽ ഒരു കാര്യം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ധ്യാനത്തിനായി ഞാൻ പൂന്തോട്ടത്തിലേക്ക് പോയി. ഫൗസ്തീനാമ്മ
ആ സമയം പൂന്തോട്ടത്തിൽ ഒരു രോഗിയും ഇല്ലാതിരുന്നതിനാൽ ഞാൻ സ്വസ്ഥമായിരുന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടിപ്പോകുന്നത് പോലെയുള്ള ശക്തമായ സ്നേഹത്താൽ എൻ്റെ ഹൃദയം കത്തിയെരിഞ്ഞു. പെട്ടെന്ന് ഈശോ എൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, നീ ഇത്ര രാവിലെ നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ അങ്ങയെക്കുറിച്ച്, ഞങ്ങളോടുള്ള അങ്ങയുടെ കരുണയെക്കുറിച്ച്, നന്മയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അങ്ങ് ഈശോയെ, അങ്ങ് എന്താണ് ഇവിടെ ചെയ്യുന്നത്? പുതിയ കൃപകൾ നിന്റെ മേൽ വർഷിക്കാൻ, നിന്നെ കാണാനാണ് ഞാൻ വന്നത്. എൻ്റെ കൃപ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ഞാൻ അന്വേഷിക്കുകയാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഗ്ദലന അവൾ ശരിക്കും ഒരു വെറുതെയുള്ള ആഗ്രഹമൊന്നല്ല, ചുമ്മാ ഒരു ആഗ്രഹമല്ല, ശരിക്കുള്ളൊരു ആഗ്രഹമാണ്. അത് നമ്മുടെ ഒരു കഠിന പരിശ്രമമുണ്ട്. വെളുപ്പിനെ എഴുന്നേൽക്കുന്നുണ്ട്, അത് രാവിലെ തന്നെ യാത്രയാകുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തെ അറിയാനും ദൈവത്തെ അനുഭവിക്കാനും സ്വർഗത്തെക്കുറിച്ച് മനസ്സിലാക്കാനുമുള്ള നിന്റെ പ്രാർത്ഥനകൾ, നിന്റെ പരിശ്രമങ്ങൾ, അതെല്ലാം ദൈവം കണക്കിലെടുക്കും. എന്നിട്ട് കർത്താവ് ദൈവാനുഭവം കൊടുക്കുന്നത് മാത്രമല്ല, ഒരുപാട് ഉൾക്കാഴ്ചകൾ കൊടുക്കുന്നത് മാത്രമല്ല, ദൈവം ഒരു മിഷണറി ആയിട്ട് അയച്ചു കളയും. പക്ഷേ എവിടെയാ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഫിലിപ്പിയർ 2:21 എല്ലാവരും അന്വേഷിക്കുന്ന സ്വന്തം കാര്യമാണ്, യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല. ഇതാണ് നമ്മുടെ വിഷയം. നമുക്കിപ്പോൾ നമ്മുടെ കഞ്ഞി, നമ്മുടെ ബിസിനസ്, നമ്മുടെ കാര്യം, അതിൻ്റെ അപ്പുറം ഈശോയുടെ കാര്യമില്ല. ഈശോയെ അന്വേഷിക്കാൻ തുടങ്ങിയാൽ എൻ്റെ ഇത് 3 ഉറപ്പ്. അതുകൊണ്ട് ഈ ഈസ്റ്റർ ദിവസം ഈ വചനം നിങ്ങൾക്ക് സമ്മാനമായിട്ട് ഞാൻ തരികയാണ്. 2 കൊരിന്ത്യർ 5:15 ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ആമേൻ, ആമേൻ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 8-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാം തിരുവചനം, എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു, ജാഗരൂകതയോടെ എന്നെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ സ്നേഹിക്കുന്നവരുണ്ടെന്ന് കർത്താവ് കണ്ടാൽ പിന്നെ മറ്റെല്ലാം വിട്ടിട്ട് അവരുടെ പിന്നാലെ പോകുന്നൊരു ദൈവമുണ്ട്. മഗ്ദലന സ്നേഹത്തോടെ കർത്താവിനെ അന്വേഷിച്ചു. ഈശോയോട് പ്രാർത്ഥിക്കാൻ, ഈശോയെ കുറച്ചുകൂടെ സ്നേഹത്തോടെ അങ്ങ് അന്വേഷിക്കാൻ, ജാഗരൂകതയോടെ അന്വേഷിക്കാൻ, സഭയിലൂടെ അന്വേഷിക്കാൻ, സഭയോട് ചേർന്ന് അന്വേഷിക്കാൻ, ദൈവാനുഭവം സ്വന്തമാക്കാൻ, വെളിപ്പെടുത്തൽ സ്വന്തമാക്കാൻ, ഒരു മിഷണറി ആകാൻ ഈ ദിവസം കർത്താവ് എന്നെ പ്രത്യേക അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഒരു പ്രത്യേക കൃപ ഞങ്ങൾക്ക് നൽകുക, ഒരു പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് നൽകുക. ബൈബിളിൽ ആരൊക്കെ സ്നേഹത്തോടെ കർത്താവിനെ അന്വേഷിച്ചിട്ട് അവരെല്ലാം ഈ അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഓരോരുത്തരും പ്രാർത്ഥിക്കുകയാണ്. വലിയ കൃപകൾ കർത്താവ് ഈ സമയത്ത് നമ്മുടെ മേൽ ചൊരിയും. വലിയ ദൈവാനുഗ്രഹം കർത്താവ് നമ്മുടെ മേൽ ചൊരിയും. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു.